നമ്മൾക്ക് എല്ലാറ്റിലും മാതൃക പരിശുദ്ധ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമ്മൾ മാതൃകയാക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബിനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ആ അല്ലാഹുവിന്റെ ഹബീബ് എങ്ങനെയാണ് മക്കളോട് പെരുമാറിയത്, എങ്ങനെയാണ് പേരക്കുട്ടികളോട് പെരുമാറിയത്, എവിടെയെങ്കിലും നബി തങ്ങൾ ദേഷ്യത്തോടെ മക്കളോട് സംസാരിച്ചത് നമ്മൾക്ക് കാണാൻ കഴിയില്ല. എവിടെയെങ്കിലും അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മക്കളെ അടിച്ചതായി കാണാൻ കഴിയില്ല. ഒരിടത്തുമില്ല. ഭാര്യമാരടിച്ചത്, മക്കളെ അടിച്ചത് എവിടെയും കാണാൻ കഴിയില്ല. അപ്പൊ ആരാണ് നമ്മൾക്ക് നമ്മുടെ പാരന്റിങ്ങിൽ മാതൃകയാക്കേണ്ടത്? മക്കളെ വളർത്തുന്ന വിഷയത്തിൽ ആരെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ആരാണ് നമ്മുടെ റോൾ മോഡൽ ആവേണ്ടത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമാ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അന്ത്യനാളിൽ വിശ്വസിക്കുന്ന ആളുകൾ, അല്ലാഹുവിന്റെ അടുത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പരിശുദ്ധ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് മാതൃകയാക്കേണ്ടത്. ആ മാതൃകയിലൂടെ നമ്മൾ നമ്മുടെ മക്കളെ നയിക്കുമ്പോ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ആ മാതൃകയിൽ നിന്ന് മാറി നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരമാണ് ജീവിക്കുന്നതെങ്കിൽ എന്താണോ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത്, എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്, എന്ത് ചെയ്യാനാണ് കാണിച്ചു തന്നത്, അതേപോലെ ചെയ്യണം. ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാൻ പാടില്ല. ചെയ്യരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം. ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം. അങ്ങനെ ഈ പരിശുദ്ധ ഹബീബിന്റെ മാതൃകയാക്കി ജീവിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ 15 കഴിഞ്ഞാലും നമ്മുടെ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ മക്കളൊക്കെ നമ്മെ വിട്ട് പോകും. പരുക്കമായി പെരുമാറിയാൽ, എല്ലാറ്റിനും അവരോട് ദേഷ്യപ്പെടുന്ന സ്വഭാവമാണെങ്കിൽ, എല്ലാറ്റിനും അവരോട് കയർക്കുന്ന സ്വഭാവമാണെങ്കിൽ, അവരെ അടിക്കുന്ന സ്വഭാവമാണെങ്കിൽ, അവരോട് ദേഷ്യപ്പെടുന്ന സ്വഭാവമാണെങ്കിൽ, വെറുപ്പോടുകൂടിയാണ് അവരെ കാണുന്നതെങ്കിൽ ലം ഫല്ലൂ മിൻ ഹൗലിക്, അവരാരെയും നമ്മുടെ കൂടെ കിട്ടൂല. ആരാ പറയുന്നത്? ഖുർആനാണ്. അതുകൊണ്ട് രക്ഷിതാക്കളായ നമ്മളിൽ വലിയൊരു മാറ്റം ഉണ്ടാവണം. മക്കൾ പഠിക്കണമെങ്കിൽ അവർക്ക് മാതാപിതാക്കളുടെ സപ്പോർട്ട് വേണം. മെന്റലി അവർക്ക് മാനസികമായ ഒരു സപ്പോർട്ട് മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചാലേ ആ പ്രിയപ്പെട്ട മക്കൾ നല്ല രീതിയിൽ പഠിച്ചു വളരുള്ളൂ. പഠനം എന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങിക്കുക എന്നതല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങിച്ച് SSLC-യിൽ 99% മാർക്ക് വാങ്ങിക്കുക, +2-ൽ 99% മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല. പഠനത്തിന്റെ നിലവാരം NCERT-യും CBSE-യും രണ്ടും തുലനം ചെയ്താൽ CBSE-യിൽ 70% റാങ്ക് വാങ്ങിച്ച ഒരാൾക്ക് NCERT-യിൽ 100% മാർക്ക് വാങ്ങിച്ച ആളുകളെക്കാളും ക്വാളിറ്റി ഉണ്ടാവും. റാങ്ക് എന്നുള്ളതല്ല, A+ എന്നതല്ല വിഷയം. ഇവിടെ നമ്മുടെ മക്കൾ എല്ലാ വിഷയങ്ങളിലും ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ള ആളുകളാവണം. അതോടൊപ്പം ധാർമ്മികമായ മൂല്യം കൂടെ കൊണ്ടു നടക്കുന്ന ഒരാളാക്കി മാറ്റാനാണ് ഓരോ മാതാവും ഓരോ പിതാവും ശ്രദ്ധിക്കേണ്ടത്. റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ഇവിടെ ലോകം വിട്ടുപിടിച്ചിട്ടൊന്നുമില്ല. ഒരു മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ മക്കളെ ചീത്ത പറയുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. ചെറിയ ഒരു മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ, ഒരു A+ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ. ഇങ്ങനെയല്ല. മാർക്ക് കുറയുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾക്ക് കഴിയണം. മാർക്ക് കിട്ടുമ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ മാർക്ക് കുറയുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ ഓരോ മാതാവിനും ഓരോ പിതാവിനും സാധിക്കണം. അപ്പോഴാണ് എന്റെ മാതാവ് എന്റെ കൂടെ എന്റെ പരാജയത്തിലും എന്റെ വീഴ്ചയിലും എന്റെ വളർച്ചയിലും ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഈ മക്കൾക്കുണ്ടാവുന്നത്. അങ്ങനെ നമ്മൾ ചേർത്ത് പിടിച്ചവരെ വളർത്തുമ്പോഴാണ് കലാലയങ്ങളിലെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ മക്കൾക്ക് കഴിയുന്നത്. ഒരു മാതാവിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എവിടം വരെ എത്താനും എല്ലാ മക്കൾക്കും കഴിയും. ഏത് പൊസിഷനിലേക്ക്, ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്താൻ ഏത് വിദ്യാർത്ഥികൾക്കും വളരെ ഈസിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്ന ഈ ഇൽമുണ്ട്. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ആണായാലും പെണ്ണായാലും പഠിപ്പിക്കണമെന്നാ പറഞ്ഞത്. പെൺകുട്ടികളെയും പഠിപ്പിക്കണം, ആൺകുട്ടികളെയും പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് 3 പെൺകുട്ടികളുണ്ടായാൽ ആ പെൺകുട്ടികൾക്ക് നല്ല പേര് നൽകി അനീതിയില്ലാതെ അവരെ വളർത്തി എന്നിട്ട് അവരെ പ്രായപൂർത്തിയാകുമ്പോ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ അള്ളാഹു സ്വർഗം നൽകും എന്ന്, അല്ലേ?
അല്ലേ? അങ്ങനെ സ്വർഗം ലഭിക്കണമെങ്കിൽ 3 പെൺകുട്ടിയുള്ളത് കൊണ്ട് ഒരു മാതാവിനും സ്വർഗം കിട്ടൂലേ? അങ്ങനൊന്നും സ്വർഗം സ്വപ്നം കണ്ട ആരും കിടക്കണ്ട. അതേപോലെ ഖുർആൻ ഹാഫിലായാൽ ഞാൻ സ്വർഗത്തിലെത്തി എന്ന് വിചാരിച്ച് മക്കളെയൊക്കെ ഹാഫിലിങ്ങളാക്കുന്ന കുറെ ഉമ്മമാരുണ്ട്. മക്കൾ ഖുർആൻ ഹാഫിലായത് കൊണ്ട് സ്വർഗം കിട്ടും എന്നും ആരും വിചാരിച്ച് സ്വപ്നം കണ്ട് കിടക്കണ്ട. എന്താ ഈ ഹാഫിലാവെന്നൊക്കെ പറഞ്ഞാല്? അങ്ങനെ കുറെ രക്ഷിതാക്കളുണ്ട്. ഖുർആൻ മനഃപ്പാഠമാക്കിയാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന കുറെ രക്ഷിതാക്കളുണ്ട്. നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ നിയ്യത്തിൽ പോലും അപാകതകളുണ്ട് എന്നതാണ് സത്യം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതുഉല്ലിമ ലിഗൈരിദ്ദീൻ, ദീനിന് വേണ്ടിയല്ലാതെ പഠിപ്പിക്കുന്ന ഒരു കാലം വരും. ദീനിന് വേണ്ടിയല്ലാതെ പഠിപ്പിക്കുന്ന ഒരു കാലം വരും. ഇതാ ഉദവി ബ്രാഞ്ചാണ് ചേലേമ്പ്രയിലുള്ള ഈ ബ്രാഞ്ച്. ദാറുൽ ഹുദയിലെ പൂർവ്വ വിദ്യാർത്ഥികളായ വലിയ വലിയ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഉദവികളെ കണ്ടിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ ചേർത്ത കുറെ രക്ഷിതാക്കളുണ്ടാവും അല്ലേ? വലിയ സാലറി വാങ്ങിക്കുന്നുണ്ട്. ഉന്നതമായ പോസ്റ്റുകളിലൊക്കെ പലരും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉദവികളാണ്. അപ്പോ സാമ്പത്തികമായ ലക്ഷ്യം ആഗ്രഹിച്ചുകൊണ്ട് സ്ഥാപനത്തിൽ ചേർത്ത ആളുകളുണ്ടാവും. എന്നാൽ വേറെ ചില ആളുകൾ എൻ്റെ മകനെ ദീനിന്റെ കാവൽഭടനായി എനിക്ക് വളർത്തണം, ദീനിന് ഉപകരിക്കുന്ന ഒരാളാക്കി മാറ്റണം എന്ന നിയ്യത്തോടുകൂടി പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാവും. നേരെ മറിച്ച് വേറെ ചില രക്ഷിതാക്കൾ ദീനി സ്ഥാപനങ്ങളൊന്നും അവർ കണ്ടിട്ടേ ഇല്ല, MBBS-കാരാണ്. പക്ഷെ അപ്പോഴും ആ മാതാപിതാക്കളുടെ നിയ്യത്ത് ഇങ്ങനെയാണ്: എൻ്റെ മകൻ ഡോക്ടറായാൽ, എൻ്റെ മകൻ ഒരു എഞ്ചിനീയർ ആയാൽ, എൻ്റെ മകൻ ഒരു AS-കാരനായാൽ, ഒരു IPS-കാരനായാൽ, എന്റെ മകൻ ഏതെങ്കിലും ഉന്നതമായ തസ്തികയിൽ എത്തിക്കഴിഞ്ഞാൽ എന്റെ മകനെ കൊണ്ട് ദീനിനൊരു ഉപകാരം ഉണ്ടാവണമെന്ന് ചിന്തിച്ച് ഭൗതിക മേഖലയിൽ പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാവും. ഈ 2 രക്ഷിതാക്കളെയും നമ്മൾ തുലനം ചെയ്താൽ, ഏതൊക്കെ ഭൗതിക സ്ഥാനം ആഗ്രഹിച്ച് ദീനീ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന രക്ഷിതാവ്, ദീനിയായ ലക്ഷ്യം വെച്ച് ഭൗതിക സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന രക്ഷിതാവ്, ഈ 2 രക്ഷിതാക്കളെയും നമ്മൾ തുലനം ചെയ്താൽ അള്ളാഹുവിന്റെ കോടതിയിൽ ദീനി ലക്ഷ്യം വെച്ച് ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന രക്ഷിതാവായിരിക്കും മുന്നിലുണ്ടാവുക. എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ നിയ്യത്ത് എന്താണ് എന്നുള്ളതാണ്. ഈവൻ നമ്മൾ ഹാഫിലിങ്ങളാക്കുമ്പോ വരെ, പ്രിയപ്പെട്ടവരെ, മക്കളെ ഹാഫിലിങ്ങളാക്കുമ്പോ വരെ രക്ഷിതാക്കളുടെ ചിന്ത ഇതാണ്: എനിക്ക് നാളെ സ്വർഗത്തിലെത്തണം എന്ന ചിന്തയാണെങ്കിൽ ആ ചിന്ത പോലും സ്വാർത്ഥതയാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. മകനെ ഹാഫിലായാൽ എനിക്ക് സ്വർഗത്തിലെത്താമല്ലോ, മക്കൾ ശഫാഅത്ത് ചെയ്യുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഹിഫ്ള് കോളേജിലേക്ക് പറഞ്ഞേക്കുന്നതെങ്കിൽ ആ ചിന്ത പോലും സെൽഫിഷാണ്, അത് സ്വാർത്ഥതയാണ്, അത് നമ്മുടെ ദീനിന് ഉപകരിക്കാത്ത ചിന്തയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് നിങ്ങൾക്ക് ഉപകരിച്ചേക്കാം. ആ ചിന്ത നിങ്ങൾക്ക് ഒരുപക്ഷെ ഉഖ്റവിയായ ചിന്തയായിരിക്കാം നിങ്ങൾക്ക്, പക്ഷെ ദീനിന് എന്ത് പ്രയോജനം? അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആ ചിന്ത കൊണ്ട് ദീനിന് എന്തുപകാരം? നിങ്ങളുടെ മക്കളെ ഹാഫിലായി, നിങ്ങൾക്ക് ആ ഹിഫ്ള് കൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടണം, ഓക്കെ ആയിക്കോട്ടെ, പക്ഷെ ഈ മകനെ കൊണ്ട് ദീനിന് എന്തുപകാരമുണ്ടായി? നിങ്ങൾക്ക് ദീനിനൊരു ഉപകാരം ഉണ്ടാവണമെന്നുള്ള ചിന്ത തന്നെ ഇല്ല. അതാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, വതുഉല്ലിമ ലിഗൈരിദ്ദീൻ, ദീനിന് വേണ്ടി അല്ലാതെ പഠിപ്പിക്കുന്ന ഒരു കാലം വരും. നിയ്യത്ത് ദീനല്ലാത്തൊരു കാലം വരും. മതവിദ്യാഭ്യാസം പോലും, മതകലാലയങ്ങളിൽ പോലും ദീനിയായ നിയ്യത്തില്ലാതെ പഠിപ്പിക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരും. അങ്ങനെ കടന്നു വന്നാൽ ഫർതഖിബു ഇൻദ ദാലിക റീഹൻ ഹംറാ, ശക്തമായ തീക്കാറ്റുകളെ നിങ്ങൾ പ്രതീക്ഷിക്കണം. റീഹൻ ഹംറാ, ശക്തമായ തീക്കാറ്റുകളെ. വസൽസല, ഭൂകമ്പങ്ങളെ, ഭൂകമ്പങ്ങൾ ഉണ്ടാകും, ഇടതടവില്ലാത്ത ഭൂകമ്പങ്ങൾ. വഖസ്ഫൻ, ജീവനോടെ വിഴുങ്ങിക്കളയുന്ന പ്രകൃതിയുടെ ഒരു ദുരന്തം. വമസ്ഖൻ, അല്ലാഹു തആല കോലം തന്നെ മാറ്റിക്കളയുന്ന അല്ലാഹുവിന്റെ ഒരു ശിക്ഷ. വഖദ്ഫൻ, ആകാശ ലോകങ്ങളിൽ നിന്ന് ചറൽ കല്ലുകൾ കൊണ്ട് ഒരു സമൂഹത്തെ നശിപ്പിക്കുന്ന അല്ലാഹുവിന്റെ ഏറ്റവും വലിയ പരീക്ഷണം. ഇതെല്ലാം ഉണ്ടാകും. വതുഉല്ലിമ ലിഗൈരിദ്ദീൻ, ദീനിന് വേണ്ടിയല്ലാതെ മക്കളെ പഠിപ്പിക്കുന്ന ഒരു കാലം വരുമ്പോ, ഇതൊക്കെ ഹദീസാണ്. ദീനിന് വേണ്ടിയല്ലാതെ മക്കളെ പഠിപ്പിക്കുന്ന ഒരു കാലം വന്നാൽ തീക്കാറ്റുകളെ നിങ്ങൾ പ്രതീക്ഷിക്കണം, ഭൂകമ്പങ്ങളെ പ്രതീക്ഷിക്കണം, മനുഷ്യന്റെ കോലം തന്നെ മാറ്റിമറിക്കുന്ന പ്രകൃതിയുടെ ഏറ്റവും വലിയ ദുരന്തത്തെ കാത്തിരിക്കണം, ജീവനോടെ വിഴുങ്ങിക്കളയുന്ന പ്രകൃതിയുടെ പ്രതിഭാസത്തെ പ്രതീക്ഷിക്കണം.
ആകാശലോകങ്ങളിൽ നിന്ന് ചരൽക്കല്ലുകൾ കൊണ്ട് അല്ലാഹു നശിപ്പിക്കുന്ന അല്ലാഹുവിന്റെ പരീക്ഷണത്തെ കാത്തിരിക്കണം എന്ന് പറയുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്.